നമസ്കാരം, ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. മതനിരപേക്ഷ രാജ്യത്ത് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ സർക്കാരിന് എത്രത്തോളം ഇടപെടാനാകുമെന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന്റെ ചോദ്യം ഏറെ നിർണായകമെന്ന് വിലയിരുത്തൽ. അറ്റോർണിയുടെ വാദം ശരിയാണെന്ന നിലപാടാണ് പരമോന്നത കോടതി സ്വീകരിച്ചത് എന്നത് ഏറെ പ്രസക്തമാണെന്ന് നിയമരംഗത്തുള്ളവർ പറയുന്നു. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ ക്ഷേത്രഭരണം നടത്തുന്നത് സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡാണെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യം നിയമത്തിനും സമൂഹത്തിനും മുന്നിൽ നിലനിൽക്കെയാണ് സുപ്രീം കോടതി പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. മതസ്ഥാപനങ്ങളും ക്ഷേത്രവും സർക്കാർ നിയന്ത്രിക്കുന്നത് എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ഒരു മതനിരപേക്ഷ രാജ്യത്ത് ക്ഷേത്രഭരണത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം ആകാമെന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന്റെ പരാമർശം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ജസ്റ്റിസ് എസ് ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. എന്നാൽ ചൂണ്ടിക്കാട്ടിയത് ശബരിമല ക്ഷേത്ര ഭരണമായിരുന്നു. ശബരിമല ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത് സർക്കാരാണെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ നിയമിക്കുന്ന ബോർഡുകളാണ് രാജ്യത്ത് പലയിടത്തും ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് എന്നും അദ്ദേഹം വാദിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ മോഷണം പോകുന്നത് കോടതി ചൂണ്ടിക്കാട്ടി. ഇത് മതവികാരത്തിന്റെ വിഷയം മാത്രമല്ലെന്നും വിഗ്രഹങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു. പുരി ക്ഷേത്രം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത് കുമാർ അറിയിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പലവിധത്തിലും പ്രയാസം നേരിടുന്നതായി ബെഞ്ച് പറഞ്ഞു. പാവപ്പെട്ടവരും നിരക്ഷരരുമാണ് പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നതെന്നും ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ക്ഷേത്രഭരണത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി, TG മോഹൻദാസ് തുടങ്ങിയവർ നൽകിയ ഹർജികൾ കോടതിക്ക് മുന്നിലുണ്ട്. പുരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെയും കോടതിയുടെയും നിലപാട് ആ ഹർജിയിലും നിർണായകമാണ്. കേരളത്തിൽ ക്ഷേത്രങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലാണെന്നും ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനാണ് ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ നയിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മതപഠനം നടത്തണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം പിന്നീട് LDF അധികാരത്തിൽ വന്ന ശേഷം മാറ്റിയിരുന്നു. ഹിന്ദു നവോത്ഥാനത്തിനും ക്ഷേമത്തിനുമായി ക്ഷേത്ര വരുമാനം ഉപയോഗിക്കണമെന്ന ആവശ്യം വിവിധ ഹിന്ദു സംഘടനകൾ ഉയർത്തിയിരുന്നു. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Come to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.